പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് പൂർത്തിയായി. 70.51 പേർ വോട്ട് രേഖപ്പെടുത്തി. പലയിടങ്ങളിലും വോട്ട് ചെയ്യാനുള്ളവരുടെ ക്യൂ 8 മണി വരെ നീണ്ടു. പാലക്കാട്ട് നിന്ന് മുഹമ്മദ് അസ്ലം ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. അസ്ലം, വോട്ട് മുഴുവൻ പെട്ടിയിലായി കഴിഞ്ഞു. ഇനി കൂട്ടിക്കിഴക്കലുകൾക്കുള്ള സമയമാണ്. ഏറ്റവും ആദ്യത്തെ കൂട്ടിക്കിഴക്കൽ എന്ന് പറയുന്നത് ഈ പോളിംഗ് പെർസെൻറ്റേജ് എവിടെ വരെ പോകും എന്നുള്ളതാണ്. കാരണം ഒരു ഫൈനൽ ഫിഗർ ആർക്കും കിട്ടിയിട്ടില്ലല്ലോ. 8 മണി വരെയൊക്കെ പോളിംഗ് നീണ്ട ബൂത്തുകളുടെ എണ്ണവുമുണ്ട്. ആ നിലയ്ക്ക് നമുക്കൊരു ഫൈനൽ ഫിഗറിലേക്ക് ഈ സമയം എത്തിയിട്ടുണ്ടോ? എപ്പോഴത്തേക്ക് അങ്ങനെ ഒരു അന്തിമ ചിത്രം വരും? അസ്ലം, PCC വിധിയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥരിൽ നിന്നും 70.51 എന്ന ഔദ്യോഗികമായ ഒരു കണക്കാണ് നൽകിയിരിക്കുന്നത്. അത് എല്ലാ 100% ബൂത്തുകളിലെയും വോട്ടെടുപ്പ് പൂർത്തിയായതിനു ശേഷമുള്ള കണക്ക് എന്നാണ് നമുക്ക് PRD മുഖേന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. അതനുസരിച്ചാണ് 70.51. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ മാറ്റങ്ങൾ ഉൾപ്പെടുത്തിയാൽ 71% എന്ന രീതിയിലാണ് ഔദ്യോഗികമായ കണക്കുകൾ. അതേസമയം രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ എല്ലാ ബൂത്തുകളിൽ നിന്നുള്ള കണക്കുകൾ എന്ന് പറയുമ്പോൾ അവിടെ എല്ലാ സ്ഥലങ്ങളിലും ബൂത്ത് ഏജന്റുമാർക്ക് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ എഴുതി നൽകുന്ന സ്ലിപ്പുണ്ട്. ഒപ്പിട്ട് നൽകുന്ന സ്ലിപ്പ് അനുസരിച്ചിട്ട് കണക്കുകൾ നോക്കുമ്പോൾ ഇതല്ല, ഇതിനേക്കാൾ കുറച്ചുകൂടി ഉയർന്ന ഒരു ശതമാനം വരുമെന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികൾ പൊതുവെ പറയുന്നത്. പ്രത്യേകിച്ച് നഗരസഭയിൽ പോളിംഗ് ശതമാനം കുറയുകയും പിരായിരി, മാത്തൂര്, കണ്ണാടി തുടങ്ങിയ പഞ്ചായത്തുകളിൽ വോട്ടിംഗ് ശതമാനം വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്തൂരിൽ 78% വരെ പോളിംഗ് ഉണ്ടായെന്നാണ് അനൌദ്യോഗികമായ കണക്കുകൾ പറയുന്നത്. ആ അർത്ഥത്തിൽ പിരായിരിയിലും നല്ല തോതിൽ പോളിംഗ് വർദ്ധിച്ചിട്ടുണ്ട്, കണ്ണാടിയിലും വർദ്ധിച്ചു. അതുകൊണ്ട് തന്നെ ഈ 71 എന്നുള്ള ഔദ്യോഗിക കണക്കല്ല, പകരം 73 മുകളിലേക്ക് പോയേക്കാം എന്നാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ബൂത്ത് ഏജന്റ് തലത്തിലെ കണക്കുകളിൽ നിന്ന് കിട്ടുന്ന പ്രാഥമിക വിവരം. എന്തായാലും അത് നമുക്ക് ഔദ്യോഗികമായിട്ട് പറയാൻ കഴിയില്ല. സ്വാഭാവികമായിട്ടും അത് നാളെ PRD അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പരിഷ്കരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഇതിന്റെ സ്ലിപ്പുകൾ വെച്ചുകൊണ്ടുള്ള കണക്കുകൾ എടുക്കേണ്ടി വരും. എന്തായാലും പോളിംഗ് ശതമാനം കുറയില്ല എന്നുള്ളൊരു ആത്മവിശ്വാസമാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ, നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വയ്ക്കുന്നത്. അല്പസമയം മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിച്ചിരുന്നു. പോളിംഗിന്റെ UDF കണക്കുകൾ കൂട്ടുന്നതിനിടയിലാണ് അദ്ദേഹം സംസാരിച്ചത്. അസ്ലമിലേക്ക് ഞാൻ വരാം. ഇപ്പോൾ അസ്ലം സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ഥാനാർത്ഥികളുടെ ഒക്കെ പ്രതികരണങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അതൊന്ന് കേട്ടതിന് ശേഷം ഒരിക്കൽ കൂടി അസ്ലമിലേക്ക് വരാം. ഇവിടെ 5 മണിയാകുമ്പോഴേക്കും ഞങ്ങളുടേതെന്ന പ്രവർത്തകർ ഉറപ്പുള്ള വോട്ടുകൾ, പിന്നെ പ്രവർത്തകർ കുറച്ച് ആശങ്കയിലും കൂടിയായിരുന്നു. പുതിയ കുറെ വോട്ടുകൾ ഞങ്ങളുടേതായി വരുന്നുണ്ട് എന്നുള്ള പ്രവർത്തകർക്കറിയാം. പക്ഷെ അത് ആര് ഏത് എന്നുള്ളത് അറിയൂല. സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് ഉറപ്പുള്ള വോട്ടുകൾ ഞങ്ങൾ കണക്കാക്കി നോക്കുമ്പോൾ BJPയുടെ വോട്ടുകളും കോൺഗ്രസിന്റെ വോട്ടുകളും പോൾ ചെയ്തിട്ടില്ല. അത് സ്പഷ്ടമാണ്. പ്രത്യേകിച്ച് മുനിസിപ്പൽ ഏരിയയിൽ ഒലവക്കോട്ടത്ത് 1-2 ഉദാഹരണങ്ങൾ ഇപ്പോൾ നമ്മളോട് പറഞ്ഞു. അപ്പോൾ അതുകൂടി കണക്കിലെടുക്കുമ്പോൾ ഈ കുറഞ്ഞ വോട്ടുകൾ എന്തായാലും LDFന്റെ അല്ല. അത് ഞങ്ങൾക്ക് കൂടുതൽ പോസിറ്റീവായിട്ടൊരു കാര്യമാണ്. ഞാൻ ആധികാരികമായിട്ടല്ല സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ. കാരണം കണക്കുകൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ കിട്ടിയ കണക്കിന്റെ അടിസ്ഥാനത്തിലുള്ള മാധ്യമ അഭിസംബോധനയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അന്നേരം പോളിംഗ് തന്നെ നടന്നുകൊണ്ടിരിക്കുമ്പം എങ്ങനെയാ അത് പോൾ നീരാളിയും കൊണ്ട് പോലും പ്രവചിപ്പിച്ചാണോ എന്ന് എനിക്കറിയില്ല. ആ വോട്ടർമാരുടെ കോൺഫിഡൻസിനെ അതേപടി നിലനിർത്തുന്ന രീതിയിലാണ് പോളിംഗ് ഡേയിൽ, അതായത് ക്യാമ്പയിനിൽ ത്രൂ ഔട്ട് വളരെ പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു. നമുക്ക് ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഫീൽഡിൽ പോകുമ്പോൾ നമുക്കറിയാം എന്താണ് ഫീൽഡിലെ പൾസ് എന്ന്. ആ പൾസിനെ അതേ രീതിയിൽ തന്നെ നിലനിർത്തുന്ന ദിവസമായിരുന്നു പോളിംഗ് ഡേ. അങ്ങനെ പെർസെൻറ്റേജ് അങ്ങനെ കുറഞ്ഞിട്ടില്ല. പെർസെൻറ്റേജ് ഇങ്ങനെ പുറത്തു വന്നതിനകത്തൊക്കെ വലിയ വ്യത്യാസങ്ങൾ വരാൻ പോവാണ്. മാത്തൂര് അവർക്ക് എന്ത് പ്രസക്തിയുള്ളത്, പിരായിരിയിൽ എന്ത് പ്രസക്തിയുള്ളത്, കണ്ണാടിയിൽ എന്ത് പ്രസക്തിയുള്ളത്? മാത്തൂരും പിരായിരിയിലും കണ്ണാടിയിലും UDF LDF തമ്മിലല്ലേ മത്സരം. മുനിസിപ്പാലിറ്റിയിൽ മാത്രമാണല്ലോ UDFും BJPയും തമ്മിൽ മത്സരം നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് അവർക്ക് ആത്മവിശ്വാസം പറയാൻ കഴിയുക? അവരുടെ തന്നെ മുനിസിപ്പാലിറ്റി ബെൽറ്റിൽ അവർക്ക് വലിയ മേധാവിത്വം, മൊത്തത്തിൽ തന്നെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയാതിരിക്കുമ്പോൾ എങ്ങനെയാ പറയാൻ കഴിയുക? ഇത് ബൈ ഇലക്ഷൻ ആയതുകൊണ്ട് കാലത്ത് 9 മണി വരെയുള്ള ഒരു പോളിംഗും പിന്നീട് വൈകിട്ട് 4 മണിക്ക് ശേഷം ഉണ്ടാവും. അത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകളിലെല്ലാം അങ്ങനെ ഉണ്ടാവാറുള്ളത്. 4 മണി കഴിഞ്ഞാൽ 3:30-4 മണി കഴിഞ്ഞാൽ നല്ല എല്ലാ ബൂത്തുകളിലും നീണ്ട ക്യൂ വരും. അത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞങ്ങളുടേതായിട്ടുള്ള വോട്ടുകൾ ഞങ്ങൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾ പോൾ ചെയ്യിക്കും. ഞങ്ങളുടെ ഷുവർ വോട്ടുകളുടെ പെർസെൻറ്റേജ് ആണല്ലോ ഞങ്ങൾക്ക് വിധി നിർണ്ണയിക്കുന്നത്. അത് പോൾ ചെയ്യപ്പെടുന്നുണ്ട്. അത് ഞങ്ങൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആശങ്കയില്ല. ഇപ്പോൾ പോളിംഗ് കുറഞ്ഞാലും കൂടിയാലും
ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ലഭിക്കാവുന്ന വോട്ടുകൾ പോൾ ചെയ്യിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം. അത് ഞങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കുന്നത്. അത് പോൾ ചെയ്യപ്പെടും. അസ്ലമിലേക്ക് വീണ്ടും. അസ്ലം, ഈ ഫീൽഡിലെ പൾസ് വെച്ച് നോക്കിയിട്ടാണല്ലോ മുന്നണികളും സ്ഥാനാർത്ഥികളും ഒരു സാധ്യത പ്രവചിക്കാറ്. അപ്പോൾ ഉച്ചവരെ നമുക്ക് ഈ ഫീൽഡിലെ പൾസ് ഒരു തരത്തിലും ഒരു പിടിതരാത്ത പൾസായിരുന്നു, വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കിയിരുന്നു. പക്ഷെ അവസാന നിമിഷങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും പോളിംഗ് പെർസെൻറ്റേജ് കൂടി വന്നിപ്പോൾ പിരായിരിയിലും കണ്ണാടിയിലും മാത്തൂരിലും ഒക്കെ പോളിംഗ് പെർസെൻറ്റേജ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ അവസാന ഘട്ടത്തിലൊരു ഫീൽഡിംഗ് പൾസ് നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? അതനുസരിച്ചുള്ള ഒരു ആത്മവിശ്വാസം മൂന്ന് ക്യാമ്പുകളിൽ എങ്ങനെയാണ്? അതായത് നഗരസഭയിൽ കുറയുകയും പഞ്ചായത്തുകൾ വർദ്ധിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു രീതിയാണ് പൊതുവെ കാണാറുള്ളത്. ഇത്തവണ കഴിഞ്ഞ തവണ അങ്ങനെയല്ല. നഗരസഭയിലും പഞ്ചായത്തുകളിലും പിരായിരിയിലുമായിരുന്നു ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്ന കഴിഞ്ഞ തവണ. ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായി നഗരസഭയിലെ പോളിംഗിൽ കുറഞ്ഞു എന്ന് മാത്രമല്ല, കുറഞ്ഞതിൽ കൂടുതലും BJPക്ക് വലിയ ഭൂരിപക്ഷം ലഭിക്കുന്ന സ്ഥലങ്ങളിലാണ് ചെറിയ കുറവ് കണ്ടത്. അത് സ്വാഭാവികമായിട്ടും UDFനുള്ള ഒരു കോർപ്പറേഷനിൽ UDFിനുള്ള മേൽക്കൈയായി അവർ വിലയിരുത്തുന്നു. മറ്റൊന്ന് പിരായിരിയാണ് ഏറ്റവും കൂടുതൽ വോട്ട് നടന്ന സ്ഥലം. ഏറ്റവും കൂടുതൽ ബൂത്ത് നഗരസഭ കഴിഞ്ഞാൽ ബൂത്തുള്ളതും പിരായിരിയിലാണ്. മാത്തൂരും കണ്ണാടിയിലും സമാനമായിരുന്നു. അവിടെ നടന്നത് LDF UDFിന്റെ നേരിട്ടുള്ള ഫൈറ്റായിരുന്നു. അതിൽ UDFിന്റെ കേന്ദ്രങ്ങളിൽ നിന്ന് മികച്ച വോട്ടിംഗ് കാണാൻ നമുക്ക് കഴിഞ്ഞ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ മേഖലകളിൽ ഈ പത്രവിവാദങ്ങൾ, പരസ്യ വിവാദങ്ങൾക്ക് ശേഷവും ഗണ്യമായ രീതിയിൽ പോളിംഗ് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് UDFിന് നേരിയ മേൽക്കൈ ലഭിക്കുന്നു എന്നുള്ള സൂചനകൾ നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്നു. അതേസമയം ബൂത്ത് വൈസ് പെർസെൻറ്റേജ് വരുമ്പോൾ മാത്രമാണ് നമുക്ക് കുറച്ചൊരു വ്യക്തത ലഭിക്കുകയുള്ളൂ. എന്നാലും പ്രാഥമികമായി UDFിന് ഒരു അഡ്വാൻറ്റേജ് ഉള്ള സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ BJPയും CPMും ഇതുവരെയും അവരുടെ അവകാശവാദങ്ങൾ കൈവിട്ടിട്ടില്ല. BJPയെ സംബന്ധിച്ചോളം കോർപ്പറേഷനിൽ കഴിഞ്ഞവണേക്കാൾ മികച്ച ഭൂരിപക്ഷം പ്രകടനം കാഴ്ചവെക്കുന്നതും കഴിഞ്ഞൊന്നും നേരെ താഴെ പോയ കണ്ണാടിയിലും മാത്തൂരും പിരായിരിയിലും കൂടി പെർഫോമൻസ് നടത്തിക്കൊണ്ട് ഇത്തവണ വിജയം ഉറപ്പെന്നാണ് അവർ അവകാശപ്പെടുന്നത്. LDFിനെ സംബന്ധിച്ചോളം രാവിലെ 70,000 വോട്ടിന്റെയാണ് പറഞ്ഞെങ്കിൽ ഇപ്പോൾ 60,000 വോട്ട് എന്തായാലും ഉറപ്പിച്ച് ലഭിക്കുമെന്ന് സാരൻ പറയുന്നുണ്ട്. പക്ഷേ CPMന്റെ കേന്ദ്രങ്ങൾ പറയുന്ന കാര്യം ഇത്തവണ എല്ലാ തവണയും 3ാം സ്ഥാനത്തേക്ക് പോവുക എന്ന് പറയുന്ന ഒരു സാഹചര്യം ഇത്തവണ ഉണ്ടാവില്ല. 2ാം സ്ഥാനത്തെങ്കിലും LDF ഉണ്ടാവും എന്നുകൂടി പറയുന്നുണ്ട്. എന്തായാലും ആത്മവിശ്വാസങ്ങൾ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങളായി മുന്നോട്ട് പോകുന്നുണ്ട്. ഇനി 23 വരെ മാത്രമേ അതിന് വിലയുണ്ടാവുകയുള്ളൂ. പക്ഷേ നാളെ ബൂത്ത് ലെവൽ കണക്ക് വന്നാൽ കുറച്ചുകൂടി വ്യക്തതയോടുകൂടി നമുക്ക് പറയാൻ പറ്റും ആർക്കാണ് അതിൽ അഡ്വാൻറ്റേജ് ഉണ്ടായെന്നുള്ളത്. എന്തായാലും കൂടുതൽ ആത്മവിശ്വാസം കാണുന്ന UDFിന്റെ ക്യാമ്പിലാണെന്നുകൂടി നമ്മൾ പറഞ്ഞു വെക്കുകയാണ്. എന്തായാലും നാളെ കുറച്ചുകൂടി വിശദമായി തന്നെ കാര്യങ്ങൾ വ്യക്തമാകുമെന്ന് കരുതുകയാണ്. എന്തായാലും വലിയ പോരാട്ടം, വലിയ ശക്തമായ പ്രചരണങ്ങൾ, തുടക്കത്തിൽ മുതലുള്ള വിവാദങ്ങൾ, രാഷ്ട്രീയ വിവാദങ്ങൾ, എല്ലാം നിലനിൽക്കെ തന്നെയുള്ള അതിൻ്റെതായ ഒരു പ്രകടനം സ്വാഭാവികമായും പോളിംഗ് ബൂത്തിൽ ഉണ്ടായിട്ടുണ്ട്. നിലവിൽ ഔദ്യോഗിക കണക്ക് പ്രകാരമുള്ള കുറവാണെങ്കിൽ പോലും ഒരു ബൈ ഇലക്ഷൻ ഉണ്ടാവുന്ന സ്വാഭാവികമായ കുറവ് മാത്രമാണ്. അല്ലാത്ത രീതിയിൽ അത്യാവശ്യം വരേണ്ട വോട്ടുകളൊക്കെ തന്നെയും വന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല വൈകിട്ട് 4 മണി മുതൽ തുടങ്ങിയ നീണ്ട നിര ഏറെക്കുറെ 7 മണിക്ക് 8 മണിക്കുമൊക്കെ പല ബൂത്തുകളും ഉണ്ടായിരുന്നു എന്നുള്ളതും ആളുകൾ ആവേശപൂർവ്വം വന്ന് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല രാഷ്ട്രീയ പാർട്ടികൾ അവരവരുടെ സ്വാധീന മേഖലയിലെ വോട്ടുകൾ ബൂത്തുകളിൽ എത്തിക്കാൻ വേണ്ടിയുള്ള പരമാവധി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായും വിലയിരുത്തലുകൾ ഇനിയും തുടരും, കണക്കൂട്ടൽ തുടരും. എല്ലാത്തിനും 23-ാം തീയതി മാത്രമേ സമയമുണ്ടാവുള്ളൂ. അപ്പോൾ വ്യക്തമായി ആരായിരിക്കും പാലക്കാട്ടെ തേര് വലിച്ച് വിജയിച്ചതാരാണെന്ന് വ്യക്തമായി അറിയാൻ കഴിയും.